Good morning, my dear students. In the few section we have discussed about what are the different types of bonding, crystal bonding. First of all, we defined the van der Waals interaction in the case of a inert gas. Then next section we have seen the energy of inert gas, that is a Coulomb attraction and repulsive interaction. ആഫ്റ്റർ ദാറ്റ് അയോണിക് ക്രിസ്റ്റൽ അല്ലേ. അപ്പോൾ ഇത്രയും നമ്മൾ പിന്നെ അയോണിക് ക്രിസ്റ്റൽ അതിൻ്റെ എനർജി മെയ്ഡ്ലെങ് എനർജി കാൽക്കുലേറ്റ് ചെയ്തു. മെയ്ഡ്ലെങ് കോൺസ്റ്റൻറ്റ്, ഇവാലുവേഷൻ ഓഫ് മെയ്ഡ്ലെങ് കോൺസ്റ്റൻറ്റ്, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. അതിന് ശേഷം നമ്മൾ എന്താ കണ്ടത്? മെറ്റാലിക് ബോണ്ട് കണ്ടു. മെറ്റാലിക് ബോണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് കണ്ടു അല്ലേ. ഇത്രയും ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് ഇനേർട്ട് ഗ്യാസിൻ്റേതും അതിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് വൺ. ദെൻ ലണ്ടൻ ഇൻറ്ററാക്ഷൻ, ദെൻ അനദർ മെയ്ഡ്ലെങ് എനർജി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് എക്സസൈസ് ആണ്. ഇനി ഇതിൻ്റെ ഒരു എല്ലാത്തിൻ്റെയും കൂടി ഒരു ബ്രീഫ് സമ്മറി ആയിട്ട് നമുക്ക് കാണാനുണ്ട്. ഈ ഒരു സെക്ഷനിൽ ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഇതിൻ്റെ ബോൺ ഹാബർ സൈക്കിൾ എന്ന് പറഞ്ഞ് നമുക്ക് എന്താണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനെ കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഫുള്ള് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നമുക്ക് മെക്കാനിസം പഠിക്കുക, ഡിഫ്യൂഷൻ, അറ്റോമിക് ഡിഫ്യൂഷൻ കാണാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് 5 ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ, അതിൻ്റെ പ്രോപ്പർട്ടീസ് കമ്പൈൻ ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് അയോണിക് ക്രിസ്റ്റൽസ്. അയോണിക് ക്രിസ്റ്റൽസിന് എക്സാമ്പിളാണ്, ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയാം NaCl. കാരണം ഇത് Na+ഉം Cl- ആയിട്ടത് അയോൺസ് ആയിട്ട് ഫോം ചെയ്യുകയാണ്. സോ NaCl ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അയോണിക് ക്രിസ്റ്റൽ. ദെൻ അതിൻ്റെ പ്രിൻസിപ്പൽ കോസിങ് ഓഫ് ബൈൻഡിങ്, എന്ത് പ്രിൻസിപ്പിളാണ് ഇതിന് അയോണിക് ക്രിസ്റ്റലിനെ ബൈൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ബൗണ്ട് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ആറ്റം ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ആറ്റം ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം. നമ്മൾ കണ്ടതാണ്. അപ്പോൾ അയോണിക് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ അയോണിക് ക്രിസ്റ്റലും കോവാലൻ്റ് ക്രിസ്റ്റലും ഈ മെറ്റൽ ക്രിസ്റ്റലും ഒക്കെ പ്രൈമറി ക്രിസ്റ്റൽസാണ്, പ്രൈമറി ബോൺസാണ്. അപ്പം ബാക്കി രണ്ടും സെക്കൻഡറി ബോൺസാണ്. അപ്പോൾ ഇതിനകത്ത് ഒന്നിനകത്തത് ഷെയർ ചെയ്യുന്നു, മറ്റേതിൻ്റെ കേസിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു, അടുത്തതിൻ്റെ കേസിൽ അയോൺ കോറും ഫ്രീ ഇലക്ട്രോണും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഷെയറിങ് നടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അയോണിക് ക്രിസ്റ്റലിൻ്റെ കേസിൽ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ആറ്റം ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം. ആൻഡ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. വെരി സ്ട്രോങ് ബൈൻഡിങ്, ഇറ്റ്സ് എ വെരി സ്ട്രോങ് ബോണ്ട് എന്ന് പറയുന്ന അയോണിക് ബോണ്ടാണ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോണ്ട് ഏതാണ്? ആറ്റോമിക് കേസിൽ ന്യൂക്ലിയർ ഫോഴ്സ് തന്നെയാണ് കേട്ടോ. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ബോണ്ട് ചെയ്തിരിക്കുന്ന ന്യൂക്ലിയസിൻ്റെ ആ ഒരു ഫോഴ്സ് തന്നെയാണ്. ഇതിൻ്റെ കേസിൽ ബൈൻഡ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ബൈൻഡിങ്ങിൻ്റെ കേസിൽ വെരി സ്ട്രോങ് ബൈൻഡിങ്, ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്, ഗുഡ് അയോണിക് conductors, poor electrical and thermal conductors, transparent over a wide range of frequency. It is transparent over a wide range of frequency. It is quite soluble in ionization solvent such as water and a close packed structure. മെയിൻ ആയിട്ട് FCC HCP ആണ് കാണുന്നത്. ഇറ്റ്സ് എ നോൺ ഡയറക്ഷണൽ ബോണ്ട്. അപ്പം പ്രോപ്പർട്ടീസ് ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോവലൻ്റ് ബോണ്ട്. കോവലൻ്റ് ബോണ്ടിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഡയമണ്ടാണ്. കാർബണ് അതിൻ്റെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്ത് കോവലൻ്റ് ബോണ്ടായിട്ട് എഴുതാൻ പറ്റുന്നത് ഡയമണ്ടാണ്. ഇറ്റ് ഈസ് ദ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ബാലൻസ് ഇലക്ട്രോൺ ബിറ്റ്വീൻ ആറ്റംസ്. മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ ബിറ്റ്വീൻ ആറ്റംസ്.
ഓക്കെ, ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് സ്ട്രോങ്ലി ബൗണ്ട്, ഹാർഡ്, ബ്രിറ്റിൽ, ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ്, ലൂസ് പാക്ഡ് സ്ട്രക്ചർ. ഇപ്പോൾ ഇവിടത്തെ പോലെ ക്ലോസ് പാക്ഡ് അല്ല, ലൂസ് പാക്ഡ് സ്ട്രക്ചർ, കണ്ടക്ടിവിറ്റി വേരിയസ് ഓവർ എ വൈഡ് റേഞ്ച്. ഇപ്പോൾ കണ്ടക്ടിവിറ്റി വേരി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻസുലേറ്റേഴ്സ് ലൈക്ക് ഡയമണ്ട്, ഫെയർ കണ്ടക്ടേഴ്സ് ലൈക്ക് ജെർമേനിയം, കണ്ടോ കണ്ടക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇൻസുലേറ്ററായിട്ടും ചിലത് കണ്ടക്ടേഴ്സ് ആയിട്ടും ഒക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പെറൻറ്റ് ടു ലോങ് വേവ് ലെങ്ത് റേഡിയേഷൻ ബട്ട് ഒപ്പേക്ക് ടു ഷോർട്ട് വേവ് ലെങ്ത്. ട്രാൻസ്പെറൻറ്റ് ടു ലോങ് വേവ് ലെങ്ത് റേഡിയേഷൻ ആൻഡ് ബട്ട് ഒപ്പേക്ക് ടു ഷോർട്ട് വേവ് ലെങ്ത്. ബോണ്ട് സ്ട്രോങ്ലി ഡയറക്ഷൻ ഇൻ ക്യാരക്ടർ. അപ്പം നമുക്ക് ഇതെങ്ങനെയായിരിക്കും, ഡയറക്ഷണലാണ്, ഡയറക്ഷണൽ ക്യാരക്ടർ ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കോവലൻ്റ് ബോണ്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മെറ്റാലിക് ബോണ്ട്. മെറ്റാലിക് ബോണ്ടിന് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നത് സോഡിയവും അലുമിനിയവും ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ മെറ്റൽസ് ആണ്, എല്ലാ ട്രാൻസിഷൻ മെറ്റൽസും മെറ്റാലിക് ബോണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അവിടെ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കവിടെ സി ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് ഓർമ്മ മതി. അതുമായിട്ട് എംബഡ് ചെയ്തിരിക്കുന്നതാണ് അയോൺ കോറുമായിട്ട്, മെറ്റൽ അയൺസ് ഇതുമായിട്ടാണ് എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, മെറ്റാലിക് ബോണ്ട് എന്ന് പറയുന്നത്. ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ലാറ്റിസസ് ഓഫ് അയൺ കോഴ്സ് ആൻഡ് ദ ഫ്രീ ഇലക്ട്രോൺ ഗ്യാസ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് മോഡറേറ്റ് സ്ട്രോങ് ബൈൻഡിങ്, ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ, ഹൈ ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി, ലോ മെൽറ്റിംഗ് പോയിൻറ്റ്, ഒപ്പേക്ക് ടു ഓൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഫ്രം വെരി ലോ ഫ്രീക്വൻസി ടു ദ മിഡിൽ അൾട്രാവയലറ്റ് വെയർ ദേ ബിക്കം ട്രാൻസ്പെറൻറ്റ്. ഓക്കെ, നമ്മളെല്ലാ പ്രോപ്പർട്ടീസും കണ്ടതാണ്. ഇറ്റ് ഈസ് മോഡറേറ്റ് സ്ട്രോങ് ബൈൻഡിങ്, ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ, ഹൈ ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി. നമുക്കറിയാം ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ്, ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. അത് തെർമൽ കണ്ടക്ടിവിറ്റിയും കാണിക്കുന്നുണ്ട്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും കാണിക്കുന്നുണ്ട്. ലോ മെൽറ്റിംഗ് പോയിൻറ്റ്, കണ്ടക്ടിവിറ്റി കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിൻറ്റ് അതിനകത്ത് നമുക്കറിയാൻ കുറയുന്നു. ഒപ്പേക്ക് ടു ഓൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഫ്രം വെരി ലോ, എല്ലാത്തിനകത്തും അതെന്തായിരിക്കും, ഒപ്പേക്ക് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. വെരി ലോ ടു മിഡിൽ അൾട്രാവയലറ്റ് വെയർ ദേ ബിക്കം ട്രാൻസ്പെറൻറ്റ്, ബട്ട് മിഡിൽ അൾട്രാവയലറ്റ് റീജിയനിൽ മാത്രം അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇപ്പം നമ്മൾ പ്രൈമറി ബോണ്ട്സ് എല്ലാം കണ്ടു, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കണ്ടു. അതിനകത്ത് കോവലൻ്റ് ബോണ്ട് മാത്രം ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ടൈറ്റ്ലി ക്ലോസ് പാക്ഡ് സ്ട്രക്ചറാണ്. FCC HCP ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഓർത്തിരിക്കുക. ദെൻ മോളിക്കുലാർ ക്രിസ്റ്റൽ അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും, വാൻ ഡെർ വാൾസ് ഇൻട്രാക്ഷൻ. 2 ടൈപ്പ് മോളിക്കുലർ ബോണ്ടുകളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഫസ്റ്റ് വൺ ഈസ് എന്താണ്, വാൻ ഡെർ വാൾസ് ഇൻട്രാക്ഷൻ. സെക്കൻഡ് വൺ ഈസ് ഹൈഡ്രജൻ ബോണ്ട്. എക്സാമ്പിളാണ് നിയോണ് ഓർ N2. ഓക്കെ, സോളിഡ് ഫോം ഓഫ് സോഡിയം. ദെൻ അതിനകത്തെ പ്രിൻസിപ്പൽ കോസ് ഓഫ് ബൈൻഡിങ് ഈസ് വാൻ ഡെർ വാൾസ് അട്രാക്ഷൻ. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ള എന്താണ്, വാൻ ഡെർ വാൾസ് അട്രാക്ഷനാണ് മോളിക്കുലർ ക്രിസ്റ്റലിൻ്റെ കേസിൽ. മ്യൂച്വൽ പോളറൈസേഷൻ ഓഫ് ആറ്റംസ് ഡ്യൂ ടു ഈച്ച് അതർ. അപ്പോൾ അവിടെ എന്തായിരിക്കും, ഞാൻ പറഞ്ഞായിരുന്നു, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻറ്ററാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, മ്യൂച്വലിൽ പോളറൈസ്ഡ് ആവുന്നത്, അതൊരു പോളറൈസ്ഡ് ബിഹേവിയർ കാണിക്കുന്നു. അപ്പം മ്യൂച്വൽ പോളറൈസേഷൻ ഓഫ് ആറ്റംസ് ഡ്യൂ ടു ഈച്ച് അതർ. രണ്ടിനകത്തും ഉണ്ടാകുന്ന ഈ ഒരു പോളറൈസേഷൻ ഇൻഡ്യൂസ്ഡ് ഡൈപോളായിട്ട് അത് ബിഹേവ് ചെയ്യുന്നു. ഈ ഇൻഡ്യൂസ്ഡ് ഡൈപോള് വേറെ ഏതെങ്കിലും ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോളായിട്ടുള്ള മോളിക്യൂളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മോളിക്യൂളുകൾ തമ്മിലുണ്ടാകുന്ന ഒരു ബോണ്ടിങ് ആണ് ഇത്. ബാക്കിയെല്ലാം അറ്റോമിക് ബോണ്ടാണ്, ഇത് രണ്ടും മോളിക്കുലർ ബോണ്ടാണ്. ഓക്കെ, വീക്ക് ബൈൻഡിങ്, ഇനി രണ്ടും വീക്കാണ്, സ്ട്രോങ് അല്ല. അപ്പം വീക്ക് ബൈൻഡിങ്, സോഫ്റ്റ്, ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ്, പുവർ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്, ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ, യൂഷ്വലി ട്രാൻസ്പെറൻറ്റ് ടു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അതാണ് എങ്ങനെയായിരിക്കും, അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ ഇത് ട്രാൻസ്പെറൻറ്റ് ബിഹേവിയറാണ് കാണിക്കുന്നത്.
ലാസ്റ്റ് വൺ ഈസ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് വാട്ടർ. നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ കണ്ടതാണ്. ബെസ്റ്റ് എക്സാമ്പിൾ വാട്ടറാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും? അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും അവിടെ നടക്കുന്നത്? ഈ ഹൈഡ്രജൻ ലോവറിങ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ബൈ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് OH-OA എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനും പിന്നെ 3 ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള ഹൈ ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള മോളിക്യൂളുകളും തമ്മിൽ അല്ലേ, ഏതൊക്കെയാണ്? ഓക്സിജൻ, ഫ്ലൂറിൻ, നൈട്രജൻ അല്ലേ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ അല്ലേ, അത് H എന്ന് ഓർത്താൽ മതി. FON ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, H. ഇപ്പോൾ കൈഫോൺ എന്നൊക്കെ പറയുന്ന പോലെ H. ഇപ്പോൾ ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ള ഹൈഡ്രജനും ഹൈ ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള ഏതാണ് ഫ്ലൂറിനും ഓക്സിജനും നൈട്രജനും തമ്മിലുള്ള ഷെയറിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അതെന്തായി മാറും? അതൊരു അയോൺസ് ആയിട്ട് ഫോം ചെയ്യും, ഡെൽറ്റ പ്ലസും ഡെൽറ്റ നെഗറ്റീവും. ഈ ഡെൽറ്റ നെഗറ്റീവായിട്ടുള്ള ഫ്ലൂറിന് പിന്നെ എവിടെയെങ്കിലും ഉള്ള ഹൈഡ്രജൻ ഉണ്ടോ എന്ന് നോക്കും. അവ തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. അപ്പോൾ HF നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അപ്പം H2Oയും അതിനകത്തെ ഓയ് വേറൊരു H2Oയുമായിട്ടുള്ള ഷെയറിങ്. അപ്പോൾ അവിടെയാണ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകുന്നത്. അല്ല H-ഉം F-ഉം തമ്മിലുള്ള അതല്ല, അവിടെ ഓൾറെഡി ഒരു H-ഉം F-ഉം തമ്മിലൊരു എന്തായിരിക്കും ഒരു കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യും. അത് പ്ലസ് ഡെൽറ്റ മൈനസ് അയോൺസ് ആയിട്ടത് ബിഹേവ് ചെയ്യും. കാരണം അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. അപ്പം മിച്ചം വരും. വീണ്ടും അതിനകത്ത് ഇലക്ട്രോൺസുകൾ റിമെയിൻ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരെണ്ണമാണ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ടിൽ മസ്റ്റായിട്ട് ഹൈഡ്രജൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പിന്നെ ഹൈ ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ള ഫ്ലൂറിന്, നൈട്രജന്, ഓക്സിജന്. This is also weak binding, loose structure, loosely structure ആണ്, close packed അല്ല, ഇത് close packed ആണ് van der Waals. But hydrogen bond is loose packed structure, low electrical and thermal conductivity, transparent ആണ്, and peculiar directional property. അതിനകത്ത് ഡയറക്ഷണൽ പ്രോപ്പർട്ടി പെക്യുലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷണൽ പ്രോപ്പർട്ടി കാണിക്കുന്നു. ഓക്കെ, these are the 5 types of ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ടൈപ്സ് ആണ്. ക്രിസ്റ്റൽ ബൈൻഡിങ് ആണ് 5 ടൈപ്സ്. 3 അറ്റോമിക് ബൈൻഡിങ്, 2 മോളിക്കുലർ ബൈൻഡിങ്ങുമാണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റൽ ബൈൻഡിങ് ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്രിസ്റ്റൽ ബൈൻഡിങ്ങിനകത്ത് കാണുന്നത്. ഇനി അതിൻ്റെ ഒരു ലാറ്റിസ് എനർജിയും കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ മതി. അത് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.